ഞാൻ പഠിച്ച് പറഞ്ഞ മര്യാദ ഇതുവരെ അസുഖമാണ്. ഞാൻ കഴിഞ്ഞ 14/5/2014 തീയതി എൻ്റെ ഫ്രണ്ട് കുറച്ച് പൈസ ഉണ്ടായിരുന്നു. ആ പൈസ തരാമെന്ന് പറഞ്ഞ് ഒരു മണിയായിട്ട് തന്നെ ഫോൺ വിളിച്ചിരുന്നു. തര ഹോട്ടൽ BMW വന്നാൽ തരാമെന്നാണ് പറഞ്ഞിരുന്നത്. അതനുസരിച്ച് ഞാൻ പറഞ്ഞ് ബസ്സിൽ ചെന്ന് ഹോട്ടലിലേക്ക് കിടക്കുന്ന സമയത്ത് ഹോട്ടലിൻ്റെ പാർക്കിംഗ് ഗ്രൗണ്ടിൽ ഒരു മജീദ് എന്ന് പറഞ്ഞ ഭാഗത്ത് പോലീസുകാർ മജീദ് കിടന്നുണ്ടാക്കി നിൽക്കുന്നത് കണ്ട് നല്ല സമയം 2:10 ഞാൻ ചേട്ടനിലേക്ക് വിളിച്ച് പറഞ്ഞു സാറേ അങ്ങനെ പോലീസുകാരോട് മജീദ് നിൽക്കുന്നത് വരാൻ നിന്നാൽ പ്രശ്നം ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞപ്പോൾ ചേട്ടനോട് പറഞ്ഞു ഞാൻ അതേ വരുമെന്ന് പറഞ്ഞു. ഞാൻ അകത്ത് കിടന്നു. അതിന് ശേഷം ഞാൻ അകത്ത് കിടന്ന് എൻ്റെ ഫ്രണ്ട്സിനെ അന്വേഷിച്ചപ്പോൾ കാണാതെ ഞാൻ പുറത്തേക്ക് വരുന്ന സമയത്തേക്ക് 5 മിനിറ്റിനുള്ളിൽ എസ് ഐ വന്നു. എസ് ഐ എന്നോട് ഒന്നും ചോദിക്കാതെ എന്നെ തടഞ്ഞു നിർത്തി മുഖത്തടിച്ചപ്പോൾ ഞാൻ പറഞ്ഞു സാറേ ഞാൻ പെൻഷൻ പറ്റി പോലീസുകാരെന്ന് പറഞ്ഞു. അത് കേൾക്കാതെ വീണ്ടും ടോർച്ച് കൊണ്ട് അടിച്ചു. പിന്നെ കൂടെ ഉണ്ടായിരുന്ന 3 പോലീസുകാർ അവരും എന്നെ ഉപയോഗിച്ച് ഷർട്ടൊക്കെ വലിച്ച് കീറി ആ ഷർട്ടിന് തന്നെ ബലമായി പിടിച്ച് ജീപ്പിൽ കയറ്റിക്കൊണ്ട്. പിന്നെ അവിടെ വേറെ ഒരാൾ ആളെ പറയുന്നത് കേട്ട് ഞാൻ ഒരു പെൻഷൻ വെച്ച് പോലീസുകാരെന്ന് സാറേന്ന് പറഞ്ഞപ്പോൾ അയാളെയും കൂടി എനിക്ക് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി അയാളുടെ പേരിലും ചോദിച്ചിട്ട് എൻ്റെ പേരിലും നല്ല കേസ് ഉണ്ടാക്കി. പോലീസ് സ്റ്റേഷനിൽ ചെന്നതിന് ശേഷം എത്രയും മറ്റൊരു ആ 3 പോലീസുകാരും കൂടി വീണ്ടും മർദ്ദിച്ച് കോടതിയിൽ ഹാജരായി കോടതിയിൽ റിമാൻഡ് ചെയ്ത് ഞാൻ പിന്നെ ഇപ്പോൾ ജാമ്യത്തിൽ ഇറങ്ങിയാണ്. എനിക്ക് നീതി കിട്ടുന്നതിന് വേണ്ടിയാണ് ഞാൻ ഇവിടെ വന്നത്. പോലീസ് സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ എന്നെ അടിച്ച് കണ്ണിന് പരിക്കുള്ളത് കൊണ്ട് ഞാൻ അതിന് പരിശോധനയ്ക്ക് പോകണമെന്ന് പറഞ്ഞാൽ എന്നെ ഡോക്ടറേറ്റ് കൊണ്ടുവരുന്നു. അപ്പോൾ ഡോക്ടറെ കൊണ്ടുപോകുന്ന പോലീസുകാരെ എസ് ഐ പറഞ്ഞു 2 പേരും മദ്യപിച്ചിരുന്നു ഇത്തരം പറയാനായിട്ട് എസ് ഐ ഡോക്ടർക്ക് ഫോൺ ചെയ്ത് പറഞ്ഞു. അതനുസരിച്ച് ഡോക്ടർ എന്നെ പരിശോധിച്ച് പോലുമില്ല. ഞാൻ സാറേ എൻ്റെ ബ്ലഡ് എടുത്ത് പരിശോധിച്ച് ഞാൻ മദ്യപിച്ചിട്ടുണ്ടോയെന്ന് ഇതിന് വേണ്ടി ബ്ലഡ് എടുത്തോന്ന് പറഞ്ഞതാണ്. ഡോക്ടർ ചെയ്തില്ല. ഡോക്ടർ എസ് ഐ പറഞ്ഞതനുസരിച്ച് ചെയ്തിട്ടുണ്ടാവണം. എന്ത് ചെയ്തതെന്ന് എനിക്കറിയില്ല. അതിനുശേഷം ചേട്ടൻ വന്നിട്ട് വസ്ത്രങ്ങളൊക്കെ കഴിച്ച് മാറ്റി ചട്ടി മാത്രം അടിച്ച് എന്നെ ഡോക്ടറിലിട്ടതാണ്. ഭക്ഷണം എനിക്ക് 14-ാം തീയതി 2:15 മുതൽ 15-ാം തീയതി 12:45 വരെ എനിക്ക് ഭക്ഷണം വെള്ളമൊന്നും തന്നില്ല. എനിക്ക് കഴിക്കാനും പറ്റില്ല. എൻ്റെ ആൾക്കാർ വന്നിട്ട് ഭക്ഷണം മേടിച്ച് തരണമെന്ന് വിസമ്മതിക്കാനുണ്ടായിരുന്നു. പിന്നെ എന്നെ കോടതിയിൽ ഹാജരാക്കി മജിസ്ട്രേറ്റ് എന്നെ റിമാൻഡ് ചെയ്തതിന് ശേഷം വക്കീൽ ഹാജരാക്കി. പിന്നെ 16-ാം തീയതിയാണ് എനിക്ക് ജാമ്യം കിട്ടിയത്. ജാമ്യം കിട്ടി ഞാൻ വൈകുന്നേരമാണ് വീട്ടിൽ വന്നത്. പിറ്റേ ദിവസം 17-ാം തീയതി അടുത്തുള്ള തൃക്കാർ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കണ്ട് എൻ്റെ ചികിത്സ നടത്തിയിട്ടുണ്ട്. അതിന് സർട്ടിഫിക്കറ്റിൽ ഡോക്ടർ എഴുതിയിട്ടുണ്ട്. കണ്ണിന് പരിക്ക് പറ്റിയതും ശരീരത്തിലുള്ള പരിക്കൊക്കെ ഡോക്ടർ മാർക്ക് ചെയ്തിട്ടുണ്ട്.